ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇൻചോർജ് എന്ന പ്രോഗ്രാമിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. ഇന്നത്തെ ഇൻചോർജ് പ്രോഗ്രാമിൽ ഇൻചോർജിൽ നിന്ന് മത്സരിക്കാൻ റെഡിയായി നിൽക്കുന്ന മത്സരാർത്ഥികളെയാണ് നിങ്ങൾ കാണുന്നത്. അവരെ നമുക്ക് പതിയെ പരിചയപ്പെടാം. അതിനു മുന്നേ പ്രേക്ഷകരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. VMTV ന്യൂസും വിഘ്നേശ്വര മീഡിയ ടിവിയും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മത്സരാർത്ഥികളോട് പറയാനുള്ള കാര്യം, 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിന് രസകരമായ ആൻസറാണ് ഞാൻ നിങ്ങളിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുന്നത്. 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം. ആരാണോ ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ ഇൻചോർജ് പ്രോഗ്രാമിന്റെ വിജയി. മനസ്സിലായോ? റെഡിയാണോ നിങ്ങൾ? റെഡിയാണെന്ന് ഉറക്കെ പറയോ? ഒരു ആനയെ എങ്ങനെ ഫ്രിഡ്ജിനകത്ത് 3 ആയിട്ട് കയറ്റാം? പണ്ടേ നിങ്ങൾ കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യനാ. എങ്ങനെ ഫ്രിഡ്ജ് അടയ്ക്കണം. കറക്റ്റ് ആൻസർ ആണ്. ഫ്രിഡ്ജ് തുറക്കുക, ആനയെ കയറ്റുക, ഫ്രിഡ്ജ് അടയ്ക്കുക. എന്താ പേര്? ശ്രീതു. അപ്പോൾ ശ്രീതു ആണ് ആൻസർ പറഞ്ഞേക്കുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? പറയുമായിരിക്കും. ഒരു ജിറാഫിനെ എങ്ങനെ 4 ആയിട്ട് ഫ്രിഡ്ജിനകത്ത് കയറ്റാം? ഫ്രിഡ്ജ് തുറക്കണം, ആനയെ പുറത്തെടുക്കണം, ജിറാഫിനെ കയറ്റും, ഫ്രിഡ്ജ് അടയ്ക്കണം. കറക്റ്റ് ആൻസർ ആണ്. ഫ്രിഡ്ജ് തുറക്കണം, ആനയെ പുറത്തെടുക്കണം, ജിറാഫിനെ അകത്ത് കയറ്റുക, ഫ്രിഡ്ജ് അടയ്ക്കുക. കറക്റ്റ് ആൻസർ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഓക്കെ, റെഡി അല്ലേ? ശ്രീത് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കാട്ടിലെ രാജാവ് ആരാ? സിംഹം. അപ്പൊ സിംഹം കാട്ടിലൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി. ഈ മീറ്റിംഗില് ആ കാട്ടിലെ എല്ലാ മൃഗങ്ങളും പങ്കെടുത്തു, ഒരാൾ മാത്രം പങ്കെടുത്തില്ല. ആരാണ്? എന്താ കാര്യം? ജിറാഫാണ്. ജിറാഫ് ഫ്രിഡ്ജിനകത്ത് ഇരിക്കുകയല്ലേ? ഓ, എനിക്ക് വയ്യ. പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ, ദൈവം കാക്കട്ടെ. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ, ശ്രീധുവിനെ കൊണ്ട് തോറ്റു. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ, ആ കാട്ടിനുള്ളിൽ ഒരു കാട്, ആ കാട്ടിനുള്ളിലാണ് ഒരു അമ്മമ്മ വീട് വെച്ച് താമസിക്കുന്നത്. അപ്പോൾ അമ്മമ്മയ്ക്ക് അരി പൊടിക്കാൻ വേണം. ഒരു 6 കടന്ന് വേണം പോകാനുള്ളത്. ആ ആറ്റിനകത്ത് ഫുള്ള് മുതലയാണ്. സിംഹം കരയിലിരിപ്പുണ്ട്. എങ്കിലും അമ്മമ്മ ആ ഒരു ദിവസം സ്വന്തം സുഖമായിട്ട് പോയി, ഒന്നും സംഭവിച്ചില്ല. പോയി അപ്പുറത്ത് പോയി കടയിൽ പോയി അരി പൊടിച്ചുകൊണ്ട് വന്നു. കാരണം എന്ത്? ശ്രീധുവിനെ അറിയാപ്പോ കാട്ടിലെ മൃഗങ്ങളെല്ലാം മീറ്റിങ്ങിന് പോയിരുന്നു. അതാണ് കാര്യം. കറക്റ്റ് ആൻസർ ആണ്. നമ്മൾ എന്ത് ചെയ്യും? ഒരു ചെറിയ കല്ലെടുത്തെറിയും, വലിയ കല്ലെറിയുന്നു. നശിപ്പിച്ച് ഓടുമെന്ന് പറയടാ. ഓടും. ഒരാന കുത്താൻ വന്നാലോ? തുമ്പിക്കൈ മിണ്ടരുത്. നീ പറ. ഓടും എന്ന് പറയണമായിരിക്കും. അവന്റെ ഒരു ആനയും പട്ടിയും. ക്ലാസ് എടുക്കാതെ കാര്യം പറടാ. സോറി, ഗ്ലാസ് എടുത്ത് തന്നെ. അപ്പോൾ ഇന്നത്തെ വിജയമായിട്ട് ശ്രീധു തന്നെ ആയിരിക്കും. നമുക്ക് നോക്കാം. ഇനി 6 ക്വസ്റ്റ്യൻസ് കിടക്കുകയല്ലേ. അപ്പോൾ 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 5ാമത്തെ ക്വസ്റ്റ്യൻ, പുലി വെജിറ്റേറിയൻ ആകുന്നത് എപ്പോഴാണ്? പുലി വെജിറ്റേറിയൻ ആകുന്നത് എപ്പോഴാണ്? പറഞ്ഞോ. അല്ല, ഇതിന് ക്ലൂ തരാൻ പറ്റത്തില്ല കേട്ടാ. ക്ലൂ തന്നാൽ നിങ്ങൾ പെട്ടെന്ന് പറയും. അതുകൊണ്ട് പുലി വെജിറ്റേറിയൻ ആകുന്നത് എപ്പോഴാണ്? അല്ല, പറയൂ, പെട്ടെന്ന് പറയൂ. അറിയത്തില്ല? ടൈം ഔട്ടായി. ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും. ഓക്കെ, അതാണ് ആൻസർ. ഇവിടെ പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ? ആരാ? मेरे जिक्र का जुआ पे सुवाद रखना, दिल के संदूकों में मेरे अच्छी काम लखना, चिट्टी तारों में भी मेरा तू सलाम रखना, अंधेरा तेरा मैंने ले लिया, मेरा उजला सितारा तेरे नाम किया, चन्ना मेरे आ चन्ना मेरे आ चन्ना मेरे आ बेलिया ओ पिया, चन्ना मेरे आ चन्ना मेरे आ चन्ना मेरे आ बेलिया. ഓക്കെ, അടിപൊളി. ഇനി അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 6ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ആനയോളം വലുതാണ് എന്നാൽ തീരെ ഭാരമില്ല. എന്താണ്?
ഒരു ആനയോളം വലുതാണ്, എന്നാൽ തീരെ ഭാരമില്ലാത്ത വസ്തു. പഞ്ഞിയല്ല. ഒരു ആനയോളം വലുതാണ്. ബലൂൺ അല്ല. ആനയോളം വലുതുള്ള ബലൂൺ ഉണ്ടോ? അറിയാൻ വയ്യ. ആനയോളം വലുതാണ്, എന്നാൽ തീരെ ഭാരമില്ലാത്ത സാധനം എന്താണ്? അറിയാമോ? മേഘമല്ല. അത് കൊള്ളാം കേട്ടോ ആൻസർ. മേഘം അറിയത്തില്ല. ടൈം ഔട്ടായി. ആനയുടെ നിഴലാണ്. അപ്പോൾ 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 7ാമത്തെ ക്വസ്റ്റ്യൻ. 2 കാലുണ്ട് പക്ഷെ മൂക്കില്ലാതെ നിൽക്കാൻ പറ്റില്ല. ആരാണ്? 2 കാലുണ്ട് പക്ഷെ മൂക്കില്ലാതെ നിൽക്കാൻ പറ്റില്ല. ആർക്കാണ്? ഒരു ക്ലൂ തരാം. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ ഇത്രയും പേർക്ക് ആ സാധനമില്ല. അല്ല. 2 കാലുണ്ട് പക്ഷെ മൂക്കില്ലാതെ നിൽക്കാൻ പറ്റില്ല. കിഴക്കെടുത്ത് വീട്. കിഴക്ക് കണ്ടുപിടിക്കാൻ ഈസി അല്ലേ? പടിഞ്ഞാറേതാ? എന്തിനത്? കിഴക്കിനോട് ചേർന്നല്ലേ പടിഞ്ഞാറ്? എടാ പൊട്ട, കിഴക്കിനെതിരല്ലേ പടിഞ്ഞാറ്? ഈശ്വര, അതിനിടയ്ക്ക് എതിരുമായ അവർ ഉടക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഈ നിൽക്കുന്നതിൽ ഒരാൾക്ക് അതുണ്ട്. കണ്ണാടി. അപ്പോൾ ശ്രീതുവാണ് ആൻസർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഇൻജോർജ് പ്രോഗ്രാമിൽ 5 ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞ് ശ്രീതു തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇനി 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 8ാമത്തെ ക്വസ്റ്റ്യൻ. വവ്വാലിന്റെ മുട്ടയുടെ നിറം എന്താണ്? വവ്വാൽ മുട്ടയിടൂല. കറക്റ്റ് ആൻസർ ആണ്. എന്താ പേര്? സ്നേഹ. അപ്പോൾ സ്നേഹത്തോടു കൂടി ആൻസർ പറഞ്ഞു. വവ്വാൽ മുട്ട ഇടാറില്ല. ഓക്കെ. അപ്പോൾ 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓടിക്കൊണ്ടിരിക്കുന്ന ബൈക്കിന് ആവശ്യമില്ലാത്തത് എന്താണ്? ഓടിക്കൊണ്ടിരിക്കുന്ന ബൈക്കിന് ആവശ്യമില്ലാത്തത് എന്താണ്? ഓടിക്കൊണ്ടിരിക്കുന്ന ബൈക്കിന് ഈ ഒരു സാധനം ആവശ്യമില്ല. അതിന്റെ ഒരു പാർട്സ് ആയിട്ട് വരും. ഇയാളിത് എങ്ങോട്ടാ പോകുന്ന ശുംഭൻ? തന്റെ തറവാട്ടിൽ കൂടിയിരിക്കുന്ന ഭൂതപ്രേതാദികളെ ഞാൻ ഈ തേങ്ങയ്ക്കുള്ളിൽ ആവാഹിച്ച് കഴിഞ്ഞു. അവരോടാ പുറത്തു പോകാൻ പറഞ്ഞ തന്നോടല്ല. ഇവിടെ ഒന്നിരിക്കുക. അപ്പൊ നമ്മളെ പുരയിൽ ജിന്നുണ്ടാ? തന്റെ പുരയിൽ ജിന്നുണ്ടോ, ബ്രാൻഡി ഉണ്ടോ, വിസ്കി ഉണ്ടോ എന്ന് നാം എങ്ങനെ അറിയാം? അല്ല, ബ്രേക്ക് വേണമല്ലോ. ഓടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ബ്രേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇടണ്ടേ? കാറ്റ് അല്ല. ഓടിക്കൊണ്ടിരിക്കുന്ന ബൈക്കിന് ആവശ്യമില്ലാത്ത സാധനം എന്താണ്? ആൻസർ ഇങ്ങോട്ട് പറയട്ടെ. നിങ്ങൾ പരസ്പരം പറഞ്ഞ ആൻസർ അറിയാൻ പറ്റത്തില്ല. കണ്ണാടിയല്ല. അത് ഒരു ക്വസ്റ്റിന്റെ ആൻസർ ആയിരുന്നു. കണ്ണാടി. ടൈം ഔട്ടായി. സ്റ്റാൻഡ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരിക്കലും ഒടിയാത്ത വില്ല് ഏതാണ്? മഴവില്ല്. കറക്റ്റ് ആൻസർ. അപ്പോൾ സ്നേഹത്തോടു കൂടി 2 ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു. എന്നാൽ ഇന്നത്തെ ഇൻജോർജ് പ്രോഗ്രാമിന്റെ വിജയം ആരാ? ശ്രീതു. ഇനി എല്ലാവരും കൂടെ എന്റെ സന്തോഷത്തിൽ ഒരു പാട്ട് എടുത്തരോ? എന്നെ അറിയാൻ എന്റെ ദൈവം കൂടെയുള്ളതാ. എന്തു വന്നാലും എന്തു ഭാവിച്ചെന്നാലും എന്റെ നാഥൻ കൈവിടുകില്ല. എന്തു വന്നാലും എന്തു ഭാവിച്ചെന്നാലും എന്റെ നാഥൻ കൈവിടുകില്ല. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞതാം ചേറ്റിൽ നിന്നും കരുപിടിച്ചു എന്നെ ഉയർത്തിയവൻ ദൈവമെന്റെ കൂടെയുണ്ട്. കരം പിടിച്ചു എന്നെ ഉയർത്തിടുവാൻ ദൈവമെന്റെ കൂടെയുണ്ട്. താങ്ക് യു. അപ്പോൾ എല്ലാവരും കൂടെ കൈയടിക്കുക. ഇന്നത്തെ ഇൻജോർജ് പ്രോഗ്രാമിന്റെ വിജയിയായ ശ്രീധുവിന് സമ്മാനം നൽകുന്നതിന് വേണ്ടി VMTV ന്യൂസിന്റെ വെഞ്ഞാറമൂട് ഏരിയ റിപ്പോർട്ടറായ ഷിവിസാനെ ക്ഷണിച്ചോളുന്നു. പ്രോഗ്രാം നന്നായിട്ടുണ്ടായിരുന്നു. ആസ്വദിച്ചു. പറഞ്ഞോളൂ. കൊള്ളാം. കുഴപ്പമില്ല. അടിപൊളി. സൂപ്പർ. അവിടെ ചെറിയ മാറ്റം വന്നു. ഓക്കെ.
അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ. സമ്മാന പെരുമഴ സാമൂഹ്യ സേവന രംഗത്ത് നിലകൊള്ളുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി ആശ്രയം സമ്മാന പെരുമഴ എന്ന പേരിൽ ഒരു ലക്കി ഡ്രോ ഒരുക്കുന്നു. 50 രൂപ നൽകി നിങ്ങൾ ഒരു കൂപ്പൺ സ്വന്തമാക്കുന്നതിലൂടെ ഈ ഒരു സദുദ്യമത്തിൽ പങ്കാളികളാകാനും ഒപ്പം നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനും സാധിക്കുന്നു.